ഇനിയിപ്പോൾ 8 മണിയാകാൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ജനകീയ തെരച്ചിൽ ആരംഭിക്കുമെന്നതാണ് ഈ സമയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ തദ്ദേശീയരായ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ. അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുണ്ടക്കൈ, മേലെ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചുരൽമല തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. കാരണം ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കണ്ടെത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ തെരച്ചിലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എം സന്തോഷ് കൂടി നമ്മളോടൊപ്പം ചുരൽമലയിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ അല്പസമയത്തിനകം തന്നെ ജനകീയ തെരച്ചിലിന്റെ ഇന്നത്തെ നടപടികൾക്ക് തുടക്കമാവുകയാണ്. അതിൽ ഈ തെരച്ചിലിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചുരൽമല, അതുപോലെ തന്നെ മുണ്ടക്കൈ, മേലെ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം അടക്കമുള്ള ഭാഗങ്ങളിലാണ്. ആ പ്രദേശത്താണല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിരിക്കുന്നത്. തെരച്ചിൽ നടപടികൾ തുടങ്ങാൻ പോവുകയാണോ? അതിനുള്ള ഈ ആളുകളെയൊക്കെ വിവിധ സംഘങ്ങളായി തിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞോ? മനു, ഇവിടേക്ക് ഈ ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള തെരച്ചിലിൽ പങ്കെടുക്കുന്നതിനായി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൂരൽമലയിലേക്ക് ഇവിടെ വിവിധ സംഘടനകളുടെ ആളുകൾ, അതോടൊപ്പം തന്നെ ഇവിടെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ആണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും ആളുകൾ വരുന്ന ചൂരൽമലയിൽ കൃത്യമായി ഇവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വച്ചതിന് ശേഷം റവന്യൂ വകുപ്പും പോലീസും അവർക്ക് ID കാർഡുകൾ അനുവദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇതുവഴി ഈ ഗേറ്റ് വഴി ഈ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. ഈ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ ജനകീയമായിട്ടുള്ള ഒരു തിരച്ചിൽ നടത്തുന്നത്. ഈ പ്രദേശത്തെ കൂടുതൽ അടുത്തറിയുന്നവരും അതോടൊപ്പം തന്നെ വീടുകളും മറ്റുമെല്ലാം തന്നെ തിരിച്ചറിയുന്നവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് നടക്കുക. 11 മണി വരെയാണ് ഈ തിരച്ചിൽ നടക്കുന്നത്. പ്രധാനമായും ഇത് പുഞ്ചിരിമട്ടത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ഇനി കണ്ടെത്താനുള്ളത് ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായിരുന്ന പുഞ്ചിരിമട്ടത്താണ്. അവിടെയാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുക. അതിന് താഴെ മുണ്ടക്കൈയിലും പിന്നെ ചൂരൽമലയിലുമാണ് പ്രധാനമായും ഇനി ജനകീയ തെരച്ചിൽ നടക്കുന്നത്. വൈകുന്നേരം വരെ, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ തിരച്ചിൽ നടത്തുന്നതിനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ സുരക്ഷാ പരിശോധനകളും മറ്റും നടക്കേണ്ടതിന്റെ ഭാഗമായാണ് ഇന്ന് 11 മണിവരെ മാത്രമേ തിരച്ചിൽ നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള അറിയിപ്പാണ് പിന്നീട് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ ഈ തിരച്ചിൽ ഇന്ന് 11 മണിവരെയാണ് ഉണ്ടാവുക. ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ഈ വീടെല്ലാം നഷ്ടപ്പെട്ട ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുണ്ട്. ആ ക്യാമ്പുകളിൽ കഴിയുന്ന 190 പേർ ഈ ഒരു തിരച്ചിലിൽ പങ്കെടുക്കുന്നതിനായി സന്നദ്ധത അറിയിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. അവർ കൂടി ഇന്ന് ഈ തിരച്ചിലിൻ്റെ ഭാഗമാകും. അവരുടെ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് അവർക്ക് നേരിട്ടെത്തി തിരച്ചിൽ നടത്താനും പരിശോധന നടത്താനുമുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഒരുക്കുന്നത്. DYFI ഉൾപ്പെടെയുള്ള വിവിധ സന്നദ്ധ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഇവിടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പാലിച്ച് രജിസ്ട്രേഷൻ ഉൾപ്പെടെ പൂർത്തിയാക്കി അവർക്ക് കാർഡുകൾ ഉൾപ്പെടെ അനുവദിച്ചുകൊണ്ടാണ് ഇവരെ ഈ പ്രദേശത്തേക്ക് ഈ തിരച്ചിലിനായി പങ്കെടുക്കുന്നതിനായി ഇവിടേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ സംഘങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഈ മേഖലയിൽ ഇപ്പോൾ ജനകീയ തിരച്ചിൽ നടക്കുന്നത്. പുഞ്ചിരിമട്ടത്ത് നിന്ന് തുടങ്ങി പിന്നീട് താഴേക്ക് ഈ ഉരുൾ വന്ന വഴികളിൽ വീടുകൾ തകർന്ന പ്രദേശങ്ങൾ, കെട്ടിടങ്ങൾ തകർന്ന പ്രദേശങ്ങൾ, അത് ഈ ചൂരൽ എത്തി താഴേക്ക് ചാലിയാറിലേക്ക് പോകുന്ന ഭാഗങ്ങൾ വരെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഈ ജനകീയ തിരച്ചിൽ ഇന്ന് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ചില മേഖലകളിൽ ആരംഭിച്ചിട്ടുണ്ട്. വളരെ സജീവമായി തന്നെ രാവിലെ ഈ കാലാവസ്ഥ കൂടി അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ തിരച്ചിൽ ഊർജിതമായി തന്നെ ഇന്ന് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ഈ തിരച്ചിൽ കഴിഞ്ഞതിന് ശേഷം നാളെ പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട പ്രശ്നം ഇന്നിപ്പോൾ നമ്മുടെ മുൻപിൽ വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്. കാരണം 8 മണിക്കാണ് ഈ സമയത്താണ് ആരംഭിക്കാൻ പോകുന്നത്. 11 മണി വരെ മാത്രമാണ് ഇന്ന് തെരച്ചിലുണ്ടാവുക. കേവലം 2.25-2.5 മണിക്കൂർ മാത്രമാണ് ഇന്ന് തെരയാൻ കിട്ടുക. കാരണം പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് നേരത്തെ നിർത്തേണ്ടതുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അതിനുശേഷം പ്രധാനമന്ത്രി വന്നു പോയതിനു ശേഷം ആ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ജനകീയ തെരച്ചിലിലേക്ക് തന്നെ പോകാനാണോ തയ്യാറെടുത്തിരിക്കുന്നത്? തീർച്ചയായും മനു, ജനകീയ തിരച്ചിൽ തുടരും എന്നുള്ളത് തന്നെയാണ് ഇന്നലെ മന്ത്രിമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഇന്ന് 11 മണി വരെ മാത്രമേ തിരച്ചിൽ നടക്കുകയുള്ളൂ. എന്നാൽ അതിനുശേഷം പ്രധാനമന്ത്രി മടങ്ങിയതിന് ശേഷം പിന്നീട് ആവശ്യമെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട്, പ്രദേശവാസികളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ ജനകീയ തിരച്ചിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തുടരും എന്നുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് ഇന്നലെ മന്ത്രിമാർ നൽകിയിട്ടുള്ളത്. കൂടുതൽ ആളുകൾ ഈ തിരച്ചിലിൽ പങ്കെടുക്കാൻ
പങ്കെടുക്കാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് എത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിൽ പിന്നീട് തുടരും. അത് ഇപ്പോൾ അതിന് ദിവസം നിശ്ചയിച്ചിട്ടില്ല, എന്നാൽ അത് തുടരും എന്ന് തന്നെയാണ് ഇന്നലെ മന്ത്രിമാർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഈ ഒരു തിരച്ചിലിന് നേതൃത്വം നൽകിയത് സൈന്യവും അതോടൊപ്പം തന്നെ വിവിധ സേനാ വിഭാഗങ്ങളും ആയിരുന്നു തിരച്ചിലിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അഗ്നിരക്ഷാ സേനയും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ളവരാണ് പ്രധാനമായും തിരച്ചിലിന് നേതൃത്വം നൽകിയത്. എന്നാൽ ഇന്നലെയോടുകൂടി ഈ തിരച്ചിലിന് നേതൃത്വം നൽകിയ സൈന്യം ഇവിടെ നിന്ന് മടങ്ങി. ഇനി ബെയിലി പാലത്തിന്റെ സംരക്ഷണത്തിനായും അതോടൊപ്പം തന്നെ സൈറൻ വാലി മേഖലയിൽ നടക്കുന്ന ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഉൾപ്പെടുന്ന സൈനികർ മാത്രമേ ഇവിടെ തുടരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിലിന് പിന്നാലെ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു തിരച്ചിൽ എന്നുള്ള ആശയത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ സന്നദ്ധ സംഘടനകൾ, സിവിൽ ഡിഫൻസിൻ്റെ ആളുകളെല്ലാം തന്നെയും തിരച്ചിലിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. എന്നാൽ ഇത്രയും അധികം ആളുകളെ, ജനങ്ങളെ, പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു തിരച്ചിൽ ഉദ്യമം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ കൂട്ടായ്മയുടെ ഒരു തെളിവ് കൂടിയായി മാറുകയാണ്. നിരവധിയായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ, അവരെ ഇവിടെ ഉൾക്കൊള്ളിക്കുന്നതിനുള്ള തടസ്സം മാത്രമേ ഉള്ളൂ. സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഒരുപാട് ആളുകളാണ് ഈ ജനകീയ തിരച്ചിലിൻ്റെ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി സന്നദ്ധത അറിയിച്ച് എത്തിയിട്ടുള്ളത്. ക്യാമ്പിൽ കഴിയുന്ന 190 പേർ കൂടി ഈ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാവരെയും, മുഴുവൻ ആളുകളെയും അങ്ങോട്ടേക്ക് കടത്തിവിടുന്നതിന് പലതരത്തിലുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ തിരച്ചിലിന് പങ്കെടുക്കാൻ എത്തുന്ന ആളുകളെ അവിടേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതിൽ തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക്, വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് അവരുടെ വീടൊക്കെ ഇരുന്ന സ്ഥലത്ത് പോകാനും അവിടെയുള്ള അവസ്ഥ മനസ്സിലാക്കാനും, പ്രത്യേകിച്ച് ഈ ക്യാമ്പിലുള്ളവരെല്ലാം എത്തുന്ന സമയത്ത് വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ കൂടിയാണത്. കാരണം അവർ ഒരു രാത്രി കിടന്നുറങ്ങിയ സ്ഥലമാണ് ആ സ്ഥലം. പിന്നീട് അവിടെ ഇപ്പോൾ അവർ പലപ്പോഴും ഈ ക്യാമ്പിലുള്ളവർ പിന്നീട് അവരുടെ വീടിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവരുടെ അവിടെ ഇതുവരെയും ഉണ്ടായിരുന്ന വീടിനും അതോടൊപ്പം തന്നെ അവരുടെ കൃഷിക്കും അവരുടെ മറ്റ് വളർത്തുമൃഗങ്ങൾക്കും എല്ലാം എന്ത് സംഭവിച്ചു എന്നറിയാത്തവരാണ്. അവർക്കിന്ന് വീണ്ടും ഇവിടേക്ക് ഈ സ്ഥലത്തേക്ക് തിരിച്ചെത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വൈകാരികമായ പ്രശ്നങ്ങളും വിഷയങ്ങളും എല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യും. എങ്കിൽ കൂടിയും അവർക്കത് നേരിട്ട് മനസ്സിലാക്കാനുള്ള, എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്, അവരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ തിരച്ചിൽ നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്.